അതിരാവിലെയുള്ള ഓട്ടപ്പാച്ചിലിലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കുട്ടികൾക്കായി പ്രഭാത ഭക്ഷണം എത്തിക്കുകയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര മാരായമുട്ടം ഗവൺമെന്റ് HS സ്കൂളിലെ കനിവ് പദ്ധതിയിലൂടെ. സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിലാണ് കനിവ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂളിലേക്ക് വരുമ്പോൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം ഒരു പൊതി പ്രഭാത ഭക്ഷണം കൂടി കയ്യിൽ കരുതിയാണ് നെയ്യാറ്റിൻകര മാരായമുട്ടം ഗവൺമെന്റ് HS സ്കൂളിലെ SPC വിദ്യാർത്ഥികൾ എത്തുക. സ്കൂളിന്റെ ഓഫീസിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ കനിവ് പെട്ടിയിലാണ് കൊണ്ടുവന്ന പ്രഭാത ഭക്ഷണം നിക്ഷേപിക്കുക. തുടർന്ന് അർഹതയുള്ള കുട്ടികളെ കണ്ടെത്തി അധ്യാപകർ ഭക്ഷണപ്പൊതി നൽകും. ഭക്ഷണം കൊണ്ടുവരുന്ന വിദ്യാർത്ഥികളും കഴിക്കുന്ന വിദ്യാർത്ഥികളും ആരൊക്കെയാണെന്നത് അധ്യാപകർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. മാരായമുട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സിന് തങ്ങളുടെ സഹപാഠികളോടുള്ള സ്നേഹവും കരുതലുമാണ് കനിവ് എന്ന പദ്ധതി. നമ്മുടെ സ്കൂളിലെ കുറച്ച് കുഞ്ഞുങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ എത്തുന്നുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടി ആദ്യം SPC കേഡറ്റ്സാണ് ഭക്ഷണപ്പൊതികൾ എത്തിച്ചിരുന്നത്. പിന്നീട് ഇവിടെയുള്ള അധ്യാപകരും മറ്റു കുട്ടികളും PTA അംഗങ്ങളും ഭക്ഷണപ്പൊതി എത്തിച്ചു തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു 35 കുട്ടികൾക്ക് വരെ ഭക്ഷണപ്പൊതി രാവിലെ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാതെ വരുന്ന കുട്ടികൾക്ക് SPC കേഡറ്റ്സ് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ക്ലാസ് ടീച്ചേഴ്സ് ഇത് കളക്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. വേറെ മാതൃകാപരമായ സന്തോഷകരമായ ഒരു പ്രവൃത്തിയാണിത്. SPC വിദ്യാർത്ഥികൾ തന്നെയാണ് ഓരോ ക്ലാസുകളിലും ഭക്ഷണപ്പൊതികൾ എത്തിക്കുക. സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 1ാം വർഷത്തെ 44 വിദ്യാർത്ഥികളും 2ാം വർഷത്തിലെ 44 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 88 വിദ്യാർത്ഥികളാണ് SPCയിലുള്ളത്. SPC വിദ്യാർത്ഥികൾ മാത്രമല്ല, മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും തങ്ങളുടെ വിഹിതമായി പ്രഭാത ഭക്ഷണപ്പൊതി എത്തിക്കും. അധ്യാപകർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ എന്താ പറയുക, വീണ്ടും വീണ്ടും അത് ഊന്നി പറയാൻ അല്ലെങ്കിൽ അത് ദൃഢമാക്കാൻ കഴിയുന്ന സന്തോഷവും ഞങ്ങൾക്കുണ്ട്. കാരണം വിദ്യാർത്ഥികൾ ഇതിനകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മുടെ SPC വിദ്യാർത്ഥികൾ തന്നെ ആ പേരുകൾ കൃത്യമായി നോട്ട് ചെയ്യാറുണ്ട്. എല്ലാം ബെല്ലടിച്ച് ഫസ്റ്റ് ബെല്ല് കഴിഞ്ഞതിന് ശേഷം ഈ പാക്കറ്റുകളെല്ലാം കുട്ടി പോലീസ് തൊട്ടടുത്തുള്ള ക്ലാസ്സുകളിലെല്ലാം അന്വേഷിക്കും അർഹതപ്പെട്ട വിദ്യാർത്ഥികൾ ആരൊക്കെയാണ്. അത് എണ്ണം കണക്കാക്കി ആ ക്ലാസ്സിൽ ചെന്ന് ക്ലാസ് ടീച്ചേഴ്സിൻ്റെ കൈകളിലാണ് ഇത് സുരക്ഷിതമായി എത്തുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്ലാസ്റ്റിക് വിമുക്തമാക്കുവാൻ വേണ്ടി ഇലയിലാണ് കൊണ്ടുവരേണ്ടത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 90% വിദ്യാർത്ഥികൾ അത് പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഹരിതചട്ടം നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കുന്നതും കൂടി ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിയും. കനിവ് എന്നും മാരായമുട്ടത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. കേരളത്തിൽ വിദ്യാർത്ഥികളും അതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇതൊരു തിളക്കമാർന്ന കനിവ് തന്നെയായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും കുട്ടി പോലീസും. 11 മണിയുടെ ഇടവേളയിലാണ് വിദ്യാർത്ഥികൾ സ്കൂൾ ഡൈനിങ് ഹാളിൽ ഒത്തുകൂടി പ്രഭാത ഭക്ഷണം പങ്കിട്ട് കഴിക്കുക. പ്രഭാത ഭക്ഷണം കഴിക്കാതെ ഒരു വിദ്യാർത്ഥികളും സ്കൂളിൽ ഉണ്ടാകരുതെന്ന ആശയമാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഒരുക്കിയിരിക്കുന്ന കനിവ് പദ്ധതിയെ വ്യത്യസ്തമാക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.